ദേവീ ശരണം അമ്മേ അപ്പാണ്ഡിത്യമേതെങ്ങഹോ കവിയശ പ്രാർത്ഥിത്വമെങ്കിലും തൃപ്പാദാശ്രിതനാമിവങ്കൽ കരുണാപാങ്കം പൊഴിക്കേണമേ. അല്പം നീ കനിവേകിയാൽ മതിയതെന്നല്ലായെങ്കിൽ നീ എന്നിയെ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പ്രഭാഷണ വേദിയിലേക്ക്, ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ 30-ാമത്തെ അധ്യായമാണ് ഇന്നലെ നാം അവലോകനം ചെയ്ത് സമർപ്പിച്ചത്. ഇന്ന് അടുത്തതായിട്ടുള്ള 31-ാമത്തെ അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ 31-ാമത്തെ അധ്യായത്തോടുകൂടി ഇവിടെ ഷഷ്ഠസ്കന്ധം അവസാനിക്കുകയാണ്. അപ്പോൾ ഷഷ്ഠസ്കന്ധത്തിലെ അവസാന അധ്യായമാണ് ഇത്. ഇതിൽ ഭഗവതി ധ്യാനവും ആരാധനയും ആണ് ഇവിടെ നാരദൻ വ്യാസന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ. വ്യാസൻ്റെ ചോദ്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത് അധ്യായം. വ്യാസ ഉവാച നിശാമയ മഹാരാജ ബ്രവീമി വിശദാക്ഷരം മാഹാത്മ്യം ഖലു മായായ നാരദാത്തുമയാ ശ്രുതം. അജയായിട്ടുള്ള ആ ദേവിയുടെ മഹാമായ എപ്രകാരമുള്ളതാണ് എന്ന് മഹാവിഷ്ണു അനുഭവത്തിലൂടെ നാരദന് സ്വയം മനസ്സിലാക്കി കൊടുത്ത കഥകളാണ് ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ നാം അവലോകനം ചെയ്തു വന്നത്. മഹാപണ്ഡിതനും ജ്ഞാനിയും കാമക്രോധാദികളെയെല്ലാം ജയിച്ചവനും ത്രിഗുണങ്ങളെയെല്ലാം ഇന്ദ്രിയ സംയമനം കൊണ്ട് അടക്കിയവനും ഒക്കെയാണ് താൻ എന്നുള്ള ഒരു ചെറിയ വിചാരം, ഒരു അഹങ്കാരഭാവം നാരദനിൽ ഉണ്ടായിരുന്നു. ആ ഭാവത്തെയാണ് ഭഗവാൻ തീർത്തു കൊടുത്തത്. കൂടെ ആ ദേവിയുടെ മായാവിലാസങ്ങളുടെ ശക്തി എന്താണ് എന്നുള്ളത് നാരദന് അനുഭവത്തിൽ കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ഇത്രയെല്ലാം ജ്ഞാനവും ഇന്ദ്രിയ നിഗ്രഹവും എല്ലാം ഉണ്ടായ തനിക്ക് പോലും ആ മായയിൽ കുറച്ചുകാലം ഉഴറേണ്ടി വന്നു എന്നുള്ളത് അനുഭവത്തിലൂടെ നാരദന് മനസ്സിലായി. അവിടെ തൻ്റെ പാണ്ഡിത്യമോ ജ്ഞാനമോ ഇന്ദ്രിയ സംയമനമോ ഒന്നും തന്നെ കാര്യത്തിൽ വന്നില്ല. ആ മായയിൽപ്പെട്ട് കുറേ കാലം ഉഴറി നടക്കേണ്ടതായിട്ട് വന്നു. ഈ ഒരു അനുഭവത്തിലൂടെ ദേവിയുടെ ആ മായാശക്തിയുടെ പ്രഭാവം എന്താണ് എന്ന് മനസ്സിലായി നാരദന്. സ്വന്തം അനുഭവമാണ് അത് പഠിപ്പിച്ചത്. അങ്ങനെയുള്ള ആ നാരദൻ്റെ കഥ കേട്ടപ്പോഴാണ് വ്യാസൻ ചോദിക്കുന്നത്, ആ മായയുടെ ഭാവത്തിനെ മനസ്സിലാക്കാനും ആ മായയെ അതിജീവിക്കാനുള്ള മാർഗം എന്താണ് എന്നുള്ളതറിയാനും ഉത്സുകനായിട്ടുള്ള വ്യാസൻ നാരദ മഹർഷിയിൽ നിന്നും ആ കഥകൾ വിസ്തരിച്ച് കേൾക്കാൻ ആഗ്രഹിച്ചു.
നാരദൻ തുടർന്നു കൊണ്ട് പറയണു, ഹേ മഹാരാജാവേ എന്ന് പറഞ്ഞാൽ ഹേ ജനമേജയ, ഈ മായയുടെ മാഹാത്മ്യത്തെപ്പറ്റി നാരദ മഹർഷിയിൽ നിന്നും ഞാൻ കേട്ടത് അങ്ങയ്ക്ക് വിസ്തരിച്ചു പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. വാസ്തവത്തിലെ ദേവി ഭാഗവതം ഈ കഥ വ്യാസ ജനമേജയ സംവാദമായിട്ടാണല്ലോ തുടർന്നു വരുന്നത്. അതിൽ വ്യാസനാരദ സംവാദം, നാരദനും മഹാവിഷ്ണുവും തമ്മിലുള്ള സംവാദം, ഇതെല്ലാം സന്ദർഭോചിതമായിട്ട് കഥകൾക്ക് അനുയോജ്യമായിട്ട് വന്നു പോകണു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീമദ് ഭാഗവതത്തിലും ഇതേമാതിരി നമുക്ക് കാണാം. വാസ്തവത്തിൽ സൂത ശൗനക സംവാദമാണ്. അതിൽ പരീക്ഷിത്തും സുഖബ്രഹ്മ നടന്ന സംവാദവും, അതേമാതിരി തന്നെ ബ്രഹ്മാവും നാരദനും തമ്മിൽ നടന്ന സംവാദവും, വിതുരനും മൈത്രേയനും തമ്മിൽ നടന്ന സംവാദവും, ഭഗവാനും ഉദ്ധവരും തമ്മിൽ നടന്ന സംവാദവും, അങ്ങനെ യുധിഷ്ഠിരനും നാരദനും തമ്മിൽ നടന്ന സംവാദങ്ങൾ, അങ്ങനെ പല സംവാദങ്ങളും അതിൻ്റെ നടുവിൽ ഒരുപാട്, ഉദാഹരണത്തിന് 2-3 പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പല സംവാദങ്ങളും നടുവിൽ സന്ദർഭോചിതമായിട്ട് വരുന്നതാണ്. അതേമാതിരി വന്നതാണ് കഥകളിലൂടെ പറയുന്നത്. അപ്പോൾ ജനമേജയനോട് വ്യാസം പറയണു, ഞാൻ നാരദനിൽ നിന്നും അറിഞ്ഞ ആ ദേവിയുടെ ആ മായ മാഹാത്മ്യത്തെപ്പറ്റി ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം, കേട്ടോളൂ. നാരദമുനി സ്ത്രീയായി തീർന്ന കഥ കേട്ടുകഴിഞ്ഞപ്പോൾ സർവജ്ഞനായിട്ടുള്ള നാരദനോട് വീണ്ടും ചോദിച്ചു, ഹേ നാരദ, ഹരി വീണ്ടും അങ്ങയോട് എന്താ പറഞ്ഞത്? അങ്ങയോടൊപ്പം ജഗന്നാഥനായ മാധവൻ പിന്നെ എവിടെ പോയി? അതിനെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് വ്യാസൻ നാരദനോട് ചോദിക്കുകയാണ്. നാരദൻ ഉത്തരമായിട്ട് പറയുന്നു, ഇത്യുക്ത്വാ ഭഗവാൻ തസ്മിൻ തടാകേ അതിമനോഹരേ ആരോഹ്യ ഗരുഡം ഗന്ധും വൈകുണ്ഠം ച മനോധതേ. മനോഹരമായ തടാകത്തിൽ വെച്ച് ഭഗവാൻ ഇതാ ആ മായയുടെ വൈഭവത്തെപ്പറ്റി എന്നോട് പറഞ്ഞിട്ട് ഗരുഡനിൽ കയറി വൈകുണ്ഠത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നാരദ, അങ്ങ് ഇഷ്ടമുള്ളിടത്തേക്ക് പോയിക്കോളൂ, അല്ലെങ്കിൽ എൻ്റെ ലോകത്തേക്ക് വരികയോ സ്വർഗത്തിലേക്ക് പോകുകയോ ചെയ്യാം. ഭഗവാനോട് ഞാൻ അനുവാദം വാങ്ങി ബ്രഹ്മലോകത്തിലേക്കാണ് പോയത്. ഭഗവാൻ തൽക്ഷണം തന്നെ ഗരുഡാസനനായി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. ഭഗവാൻ തിരിച്ചു പോയപ്പോൾ ഞാൻ എൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ലോകത്തിലേക്ക് യാത്ര തിരിച്ചു. എനിക്കുണ്ടായ സകല ദുഃഖങ്ങളെക്കുറിച്ചും അത്ഭുതാവഹമായിട്ടുള്ള ആ സുഖത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ബ്രഹ്മലോകത്തിലെത്തിയ ഞാൻ ബ്രഹ്മാവിനെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കെ ചിന്താതുരനാണ് ഞാൻ എന്ന് കണ്ട പിതാവായിട്ടുള്ള ബ്രഹ്മാവ് എന്നോട് ചോദിച്ചു, ഹേ നാരദ, നീ എവിടെ പോയിരുന്നു? എന്തുകൊണ്ടാണ് ഇത്ര ചിന്താകുലനായിട്ട് ഇരിക്കണത്? നിൻ്റെ മനസ്സിപ്പോൾ അസ്വസ്ഥമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിന്നെ ആരെങ്കിലും വഞ്ചിച്ചോ അതോ വല്ല അത്ഭുതവും നീ കണ്ടോ? എന്താണ് നിൻ്റെ ഈ ചിന്തകൾക്ക് കാരണം എന്ന് ബ്രഹ്മാവ് തന്നെ ചോദിച്ചു. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ദുഃഖമുണ്ടായാലും ചിന്തകളുണ്ടായാലും അതുപോലെ തന്നെ സുഖമുണ്ടായാലും അത് നമ്മുടെ മുഖത്തിൽ എളുപ്പം പ്രകടമാകും. അതുകൊണ്ടാണ് മുഖത്തിനെ മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത്. മനസ്സിലുള്ള ഭാവങ്ങൾ മുഖത്തിൽ തെളിയും. നല്ല സന്തോഷകരമായിട്ടുള്ള സമയമാണെങ്കിൽ ആ മുഖത്തുള്ള പ്രസന്നത അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എല്ലാ മുഖം വാടി ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തോ ചിന്ത, എന്തോ ദുഃഖം, എന്തോ പ്രശ്നങ്ങൾ ആ വ്യക്തിയെ
ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം മുഖം നോക്കിയാൽ തന്നെ ഒരു വ്യക്തിയുടെ അപ്പോഴത്തെ അവസ്ഥ ദുഃഖിതനാണോ, ചിന്തിതനാണോ, അല്ല സന്തോഷവാനാണോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറയാണ്. അങ്ങനെ ബ്രഹ്മാവ് നാരദനോട് ചോദിക്കണു. ഇനി നാരദൻ ബ്രഹ്മാവിനോട് പറഞ്ഞ വാക്കുകളും മറ്റുമാണ് തുടർന്ന് ഈ അധ്യായത്തിൽ പറഞ്ഞു പോകുന്നത്. സമയം കഴിഞ്ഞിരിക്കെ ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.